അതാണ് ഇപ്പൊ ദാരിമി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അങ്ങനെ ഒരു വൈജ്ഞാനിക ചർച്ചയാണ് നല്ലത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ തയ്യാറാണ്. ഇന്നലെയും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് തരണോ, ഇനി ഞങ്ങളൊരു മധ്യസ്ഥനെ വെച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിക്കണോ, എന്തുമാകാം. വ്യവസ്ഥാപിതമായ ചർച്ച. വ്യവസ്ഥാപിതം എന്ന് പറഞ്ഞാൽ അതിന് വേറെ മായനൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് കൂടി എത്ര സമയം ചോദിക്കണം, ഏതെല്ലാം വിഷയങ്ങളാ ചർച്ച ചെയ്യേണ്ടത്, ഉത്തരം എത്ര സമയമാകണം എന്ന രൂപത്തിൽ നമുക്കതിനൊരു വ്യവസ്ഥ വേണമല്ലോ. അത് നമുക്കുണ്ടാക്കി നേരിട്ടിരുന്ന് ഒരു ചർച്ച ചെയ്യാം. ദാരിമി അതിന്റെ അവസാനം പറഞ്ഞതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതേതാ, അങ്ങനെ ചർച്ച ചെയ്യാൻ ആവശ്യമുള്ളവർ എന്റെ അടുത്ത് വന്നാൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതിൽ ആശങ്കയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചർച്ച നടക്കൂല. അപ്പൊ ഞാൻ ഇവിടുന്ന് പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ എന്റെ അടുത്ത് വന്നോളി, ജാവിയയിൽ വന്നോളി, അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വന്നോളി എന്ന് പറഞ്ഞാൽ അതൊരു മാന്യമായ ആ രൂപത്തിൽ പറയേണ്ട ഒരു വാക്കല്ല. നമ്മൾ അങ്ങോട്ടും പോണ്ട. അതിന്റെ ഇടയിൽ രണ്ടുപേർക്കും സൗകര്യമുള്ള ഒരു സ്ഥലമൊരുക്കി ഒരു ഡേറ്റ് കണ്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചോദിക്കണം, ഉത്തരം പറയണം എന്ന രൂപത്തിൽ കൃത്യമാക്കിയിട്ട് നമുക്കിരിക്കാം. ഏത് സമയത്തും ഞങ്ങൾ റെഡി. നിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പ് കിട്ടിയാൽ ഞങ്ങൾ അതിന് തുടർന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി ദാരിമി എന്നല്ല, ഇതിന് തുടക്കം കുറിച്ച സാക്ഷാൽ പേരോട് മൗലവി വന്നാലും അയാളോട് വാദപ്രതിവാദം നടത്തും. ഇതിങ്ങനെ ഓൺലൈനിൽ പറഞ്ഞെടുക്കുന്ന സാധുക്കൾ ഉണ്ടല്ലോ, അവർക്കും അവസരമുണ്ട്. നേർക്ക് നേരെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ആർക്കും വരാം. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഒരിക്കലും പിശാച് ഇടപെടാൻ കഴിയില്ല. ഇതിന് അപവാദമായ ഒരു ഖൗലും അഹ്ലുസുന്നയിൽ ഇല്ല.